ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് മാധവമംഗലമാണ്. വന്നിരിക്കുന്നത് ഡോക്ടർ തന്നെയാണോ എന്ന് വ്യക്തത വരുത്താനായി ഇന്ദ്രജ താനാദ്യം വിളിച്ച ഡോക്ടറിനെ വിളിക്കുകയാണ്. തനിക്ക് പകരക്കാരിയായിട്ടാണ് അർച്ചനയെ വിട്ടതെന്ന് ആ ഡോക്ടർ പറയുമ്പോൾ ഇന്ദ്രജയ്ക്ക് വിശ്വാസം വരുന്നു. തുടർന്ന് മാധവമേനോനെ പരിശോധിക്കുകയാണ് അർച്ചന. അതേസമയം തന്നെ ഇന്ദ്രജയ്ക്ക് ഒരു കോള് വരുമ്പോൾ മോളിയോട് അച്ഛനും ഡോക്ടറും തമ്മിലൊന്നും സംസാരിക്കാതെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദ്രജ അവിടെ നിന്ന് മാറി നിൽക്കുന്നു. തുടർന്ന് മോളിയോട് ചൂടുവെള്ളം ചോദിക്കുകയാണ് അർച്ചന. മോളി വെള്ളമെടുക്കാൻ പോയ തക്കത്തിന് മീനാക്ഷിയുള്ള മുറിയിലേക്ക് ചെല്ലുകയാണ് അർച്ചന. അങ്ങനെ മീനാക്ഷിയെ കണ്ടെത്തിയിരിക്കുകയാണ് അർച്ചന. അതേസമയം ഇന്ദ്രജ കൊടുത്ത മരുന്നിന്റെ ക്ഷീണത്തിൽ നല്ല മയക്കത്തിലായിരുന്നു മീനാക്ഷി. അർച്ചനയ്ക്ക് ഡോക്ടറിന്റെ കയ്യിൽ നിന്നും താനൊരു ആന്റിഡോട്ട് വാങ്ങിയ കാര്യം ഓർമ്മ വരികയാണ്. തുടർന്ന് മീനാക്ഷിക്ക് അർച്ചന മരുന്ന് കുത്തിവെക്കുമ്പോൾ മീനാക്ഷിക്ക് ബോധം വരികയാണ്. സച്ചേട്ടനും മറ്റുള്ളവരും പുറത്തുണ്ടെന്നും നമുക്ക് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകണമെന്നും അർച്ചന പറയുന്നു. അല്ല, നിന്റെ കുഞ്ഞെവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ എനിക്കറിയില്ലെന്ന് മീനാക്ഷി പറയുകയാണ്. അതേസമയം വെള്ളവുമായിട്ട് വരുന്ന മോളി അർച്ചനയെ അവിടെങ്ങും കാണാത്തത് കൊണ്ട് തന്നെ തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ഇന്ദ്രജ കോൾ കട്ട് ചെയ്യുമ്പോൾ കാണുന്നത് മീനാക്ഷിയുടെ മുറിയിൽ നിൽക്കുന്ന അർച്ചനയാണ്. പെട്ടെന്ന് തന്നെ ഇന്ദ്രജ അകത്തേക്ക് ചെല്ലുകയാണ്. അല്ല, ഡോക്ടർ എന്താ ഈ മുറിയിലെന്ന് ഇന്ദ്രജ ചോദിക്കുമ്പോൾ അത് പിന്നെ ഒന്ന് വാഷ്റൂമിൽ പോകാനായി വന്നതാണെന്ന് അർച്ചന പറയുന്നു. അതിന് അച്ഛൻ്റെ റൂമിൽ വാഷ്റൂം ഉണ്ടായിരുന്നല്ലോ. അത് പിന്നെ ഞാൻ പേഷ്യൻസിൻ്റെ വാഷ്റൂം ഒന്നും ഉപയോഗിക്കാറില്ലെന്ന് അർച്ചന പറയുന്നു. അല്ല, ഈ കുട്ടിക്ക് എന്താ എന്തെങ്കിലും വയ്യായ്കയുണ്ടോ? ഞാൻ വന്നതുപോലും അറിഞ്ഞിരുന്നില്ലല്ലോ എന്ന് അർച്ചന പറയുമ്പോൾ അതിൻ്റെ ഒരു റിലേറ്റീവ് ആണെന്നും നല്ല ഉറക്കത്തിലാണ് അതാണെന്നും അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലെന്നും ഇന്ദ്രജ പറയുന്നു. ഇത് കേൾക്കുന്ന അർച്ചന അവിടെ നിന്ന് പോകുമ്പോൾ സംശയത്തോടെ നിൽക്കുകയാണ് ഇന്ദ്രജ. തുടർന്ന് മാധവമേനോനെ വീണ്ടും നോക്കിയതിനു ശേഷം ഒരു ടാബ്ലറ്റും കൂടി ഞാൻ കൊടുക്കാമെന്നും ആവശ്യമുണ്ടെങ്കിൽ മാത്രം കഴിച്ചാൽ മതിയെന്നും അർച്ചന പറയുന്നു. ഇതെല്ലാം സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കുകയായിരുന്നു ഇന്ദ്രജ. ഞാൻ ഇറങ്ങട്ടെ എന്ന് അർച്ചന പറയുമ്പോൾ ഇന്ദ്രജ പറയുകയാണ്, അയ്യോ മേഡത്തിന്റെ ഫീസ് വേണ്ടേ? എന്താണെങ്കിലും എൻ്റെ അച്ഛന് നെഞ്ചുവേദന എന്ന് പറഞ്ഞപ്പോൾ ഓടി വന്നതല്ലേ, അതുകൊണ്ട് പൈസ മേടിച്ചിട്ട് ഡോക്ടർ പോയാൽ മതി. ഡോക്ടറിന്റെ ഫീസ് ഞാൻ തരാമെന്ന് ഒരു എൻവലപ്പ് അർച്ചനയ്ക്ക് നേരെ നീട്ടുകയാണ് ഇന്ദ്രജ. അർച്ചന അത് വാങ്ങാനൊരുങ്ങുമ്പോഴേക്കും മോളി പുറകിലൂടെ വന്ന് അർച്ചനയെ ബോധം കെടുത്തുകയാണ്. തുടർന്ന് ബോധമില്ലാതെ കിടക്കുന്ന അർച്ചനയെ നോക്കിക്കൊണ്ട് ഇന്ദ്രജ പറയുകയാണ്, നീ എന്ത് കരുതി ഡോക്ടറുടെ വേഷം കെട്ടി വന്നാൽ എനിക്ക് നിന്നെ മനസ്സിലാകില്ലെന്നോ? അത് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന ഇന്ദ്രജയെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.